അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് തൗബ തേടിയുള്ള യാത്ര വളരെ സ്വകാര്യമായ ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും ആ യാത്ര ചെയ്യുന്നവരാണ്. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒക്കെയും നിർത്തിവെച്ച് സ്വയം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. എന്തുകൊണ്ടാണത്? പശ്ചാത്താപം നമ്മൾ സ്ഥിരമായി ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഈ ഭൂമിയിൽ തെറ്റുകൾ ചെയ്യാത്ത ഒരാൾ പോലുമില്ല. അള്ളാഹുവിനെതിരെയും ഒപ്പം നമുക്ക് സ്വയമെതിരെയും നമുക്ക് ചുറ്റുമുള്ളവർക്കെതിരെയും ഒരു പാപം പോലും ചെയ്യാത്തവരായി നമ്മളിൽ ആരുമില്ല. നമ്മളിൽ ചിലർ തെറ്റുകൾ പരസ്യമായി ചെയ്യും. കാണപ്പെടുന്ന തെറ്റുകൾ ആവാം അത്. ഒരുപക്ഷെ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മിൽ മറ്റു ചിലർ തെറ്റുകൾ രഹസ്യമായി ചെയ്യുന്നവരുണ്ടാകാം. പുറമേ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ദൈവഭക്തിയുള്ളവരായി അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുത്തു നിൽക്കുന്നതായി ചുറ്റുമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ തോന്നാം. എന്നാൽ അവർ ഒരുപക്ഷെ അവരുടെ ബലഹീനതകളുമായി നിരന്തരം സംഘർഷത്തിലായിരിക്കും. നമ്മുടേതായ ചോദ്യങ്ങളോടും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനുള്ള താല്പര്യങ്ങളുമായി മല്ലടിക്കുകയാവാം. നമ്മുടെ ഉള്ളകങ്ങളിലുള്ള ഏറ്റവും വലിയ പേടി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമായ തെറ്റുകളാവില്ല. കാരണം പരസ്യമായി തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല തിരുത്തി ശരിയായത് ചെയ്യാനായി നമുക്ക് മുന്നിലേക്ക് ആളുകളെ അയക്കും. എന്നാൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പേടി രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചാവണം. അതൊരു പക്ഷേ അഹങ്കാരത്തെ തുടർന്നുണ്ടാവാം. ആരും എന്നെ കാണുന്നില്ലെങ്കിൽ അത് വിഷയമല്ല എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാവുന്ന അഹങ്കാരമാണത്. ഞാൻ എൻ്റെ സുബഹ് നമസ്കാരം വിട്ടുപോയി. ശേഷം പിന്നീട് ആളുകളുള്ളപ്പോൾ ളുഹർ നമസ്കാരത്തിന് പള്ളിയിലെത്തിയാൽ അത് ശരിയാണെന്ന് കരുതുക. ഞാൻ എൻ്റെ കുടുംബത്തോട് മോശമായി പെരുമാറി. പകരം പുറമെ ജോലി ചെയ്യുന്നിടത്ത് ആളുകളോട് നല്ല രീതിയിൽ വർത്തിച്ചാൽ മതിയായി എന്ന് കരുതുക. ഈ തെറ്റുകളൊക്കെയാണ് പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ കാരണം. ഒരുപക്ഷെ ഇവ നമ്മെ പശ്ചാത്താപത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റുമെന്ന വിശ്വാസം വളർത്തിയെടുക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അഹങ്കാരം എന്ന പാപത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായി നിരന്തരമായി പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പശ്ചാത്താപത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം ക്ഷമിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പശ്ചാത്താപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. ഒരുപാട് തവണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചുറ്റും കാണുന്നതിൽ നിന്ന് ആളുകളോട് ക്ഷമിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ ഭൂലോകത്ത് മനുഷ്യരുടെ പൊറുക്കലിനേക്കാൾ വ്യത്യസ്തമാണ് അള്ളാഹുവിൻ്റെ മാപ്പു നൽകൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ഒരു ദിവസം അത് പറയുന്നു, പലപ്പോഴായി ആവർത്തിക്കുന്നു. പക്ഷേ ഒരു നിമിഷമെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തിനാണ് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നതെന്ന്? അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് റഹ്മത്തിൻ്റെ പേരാണ്, അർ റഹ്മാനി റഹീം, കാരുണ്യം. എന്തുകൊണ്ട്? കാരണം അവൻ ഏറ്റവും കാരുണ്യമുള്ളവനാണ്. ഇത് നമ്മൾ കൃത്യമായി ആവർത്തിച്ച് ഉണർത്തിപ്പെടേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെടൽ ഒക്കെയും നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റിനേക്കാളും വലുതാണ്. പിശാചിനെ പല സൂത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ചെയ്ത തെറ്റുകൾ വളരെ വലുതാണെന്ന്, നമ്മൾ ചെയ്യുന്ന പാപം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നും അതിനാൽ നമ്മളോട് അള്ളാഹു പൊറുക്കില്ലെന്നും നമ്മെ വിശ്വസിപ്പിക്കുക. ഇങ്ങനെ പിശാചിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കയറി നമ്മെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മനുഷ്യൻ്റെ പൊരുത്തപ്പെടൽ എന്ന പരിമിതമായ മനസ്സിലാക്കലിനകത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ അഹങ്കാരം എന്ന പാപത്തിലേക്ക് വഴുതിപ്പോകാൻ വലിയ സാധ്യതകളുണ്ട്. പശ്ചാത്താപത്തിലേക്ക് വെച്ച കാലുകൾ തിരിച്ചു പോയേക്കാം. ഒരിക്കലും അത് സംഭവിക്കരുത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും.